സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷഹനാദാണ്. എന്തെല്ലാടോ ചങ്ങാതിമാരെ, എല്ലാവർക്കും സുഖല്ലേ? നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലേ നിങ്ങള്? കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് പഠിക്കുകയാണ്. മത്സര പരീക്ഷകൾക്ക്, PSC പരീക്ഷയ്ക്ക് പ്രത്യേകിച്ച് റാങ്ക് നിർണ്ണയിക്കുന്ന ഏരിയ ആണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗോത്രവർഗ കർഷക കലാപങ്ങൾ. നമ്മൾ SCERT ബേസ്ഡ് ക്ലാസ് ആണ്. 7ാം ക്ലാസ്സിലെയും അതുപോലെ 10ാം ക്ലാസ്സിലെയും 2 ചാപ്റ്ററിൽ വളരെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് വളരെ ആധികാരികമായിട്ട് നമ്മൾ പഠിക്കുകയാണ്. ഈ ഒരു ക്ലാസിന്റെ അവസാനം 4 ചോദ്യങ്ങളുണ്ട്. ക്ലാസ് മുഴുവൻ കാണുക. നിങ്ങൾക്ക് ഈ രൂപത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മേഖലയിൽ നിന്ന് ഒരു മാർക്കും പുറത്തു പോവില്ല. നോക്കൂ, 1770 മുതലുള്ള കലാപങ്ങൾ, സന്യാസി ലഹള, ഫക്കീർ കലാപം തുടങ്ങിയിട്ട് റെഡ് കളറിൽ കൊടുത്തത് ഗോത്ര കലാപങ്ങളാണ്. പഹാരിയ കലാപം നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ ഭീൽ കലാപം, ഗാസി കോൾ കലാപങ്ങൾ, അവസാനം കോഡ് പോലെ പാട്ട് പാടി നമുക്ക് പഠിക്കാം. അപ്പൊ ഇത് തീരെ തൊട്ടു നോക്കാത്തവരും ഇത് പഠിക്കാൻ ഇച്ചിരി പാടാണെന്ന് കരുതി ഒഴിവാക്കിയവരൊക്കെ ഈ ക്ലാസ്സോടുകൂടി പഠിച്ചിരിക്കും. ഞാൻ 100% ഉറപ്പ് പറയുന്നു. നോക്കൂ നിങ്ങൾ, അതുപോലെ തന്നെയാണ് ഗോണ്ട്, സാന്താള് തുടങ്ങിയ ഗോത്രവർഗ കലാപങ്ങൾ, മുണ്ട, ബസ്തർ. അതുപോലെ കർഷക കലാപങ്ങളായ നീലം കലാപം, പാബ്ന കലാപം, ഡെക്കാൻ കലാപം, തേബാഗ കലാപങ്ങൾ തുടങ്ങിയിട്ടുള്ള കലാപങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ ഇതെല്ലാം നമുക്ക് പഠിക്കണം. എല്ലാവരും സെറ്റ് ആണ് വിചാരിക്കുന്നു. അതുപോലെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഡിസ്ലൈക്ക് അടിച്ചോളുക. ഓക്കെ, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ. SCERT നമ്മുടെ കുഞ്ഞുങ്ങളുടെ പാഠഭാഗത്ത് പറയുന്ന ഒരു ടോപ്പിക് നമുക്ക് തുടങ്ങാം. ഇവിടെ 19ാം നൂറ്റാണ്ടിൽ സാന്താൾ കുറിച്ച കലാപങ്ങൾക്ക് പുറമെ നിരവധി ഗോത്ര കലാപങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയാണ്. അപ്പൊ സാന്താൾ കലാപം PSC പരീക്ഷയിൽ സ്ഥിരം ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. അത് കൂടാതെ ഈ അടുത്ത പരീക്ഷകളിലൊക്കെ മറ്റ് ചില കലാപങ്ങളെ കുറിച്ചും ചോദിച്ചിരുന്നു. പഹാരിയ കലാപം കണ്ടോ നിങ്ങള്, അതുപോലെ തന്നെ കോൾ കലാപം, നോക്കൂ, ഗാസി കലാപം, ബീല്, മുണ്ട കലാപങ്ങൾ. ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്ന കലാപങ്ങൾ. ഇതെല്ലാം ഗോത്ര കലാപങ്ങളാണ്. ഓക്കെ, ഗോത്രവർഗ വിഭാഗങ്ങൾക്കിടയിൽ നിന്നും ബ്രിട്ടീഷുകാർ നേരിട്ട വലിയ കലാപങ്ങളാണ് ഈ കലാപങ്ങളെല്ലാം. 5 എണ്ണമാണ് നമ്മൾ വിശദമായിട്ട് നോക്കുകയാണ്. ഓക്കെ, ഇവിടെ ഒരു ഡയലോഗ് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ പേജ് ഉൾപ്പെടുത്തിയത്. നോക്കൂ കൂട്ടുകാരെ, ഗോത്ര കലാപങ്ങളെ കുറിച്ച് പറയുന്ന ഒരു ഡയലോഗാണ്. കർഷകരുൾപ്പെടെയുള്ള ഏത് ജനവിഭാഗങ്ങളെക്കാളും തീവ്രവും നിരന്തരവും ആക്രമണോത്സുകവുമായ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളായിരുന്നു നിരക്ഷരരായ ഗോത്ര ജനത നടത്തിയത്. കൃത്യമായിട്ട് മനസ്സിൽ കയറ്റുക. നമ്മുടെ കർഷകരുൾപ്പെടെയുള്ള ഏത് ജനവിഭാഗങ്ങളെക്കാളും തീവ്രമായും നിരന്തരമായും ആക്രമണം അയച്ചുവിടുന്ന ഒരു കലാപ പരമ്പര തന്നെയായിരുന്നു ഗോത്രവർഗങ്ങൾ നടപ്പിലാക്കിയത്. ഇത് ആര് പറഞ്ഞാടാ? കെ സുരേഷ് സിംഗ് പറഞ്ഞ വാക്കാണ്. കെ സുരേഷ് സിംഗ്. അപ്പൊ ഇതാ ചരിത്രകാരനായ കെ സുരേഷ് സിംഗിനെ ഞാനിതാ ഒന്ന് റൗണ്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. മറ്റ് 2 ഡയലോഗ് കൂടി നിങ്ങൾ ഓർത്തു വെക്കണം. കാരണം വില്യം ബെന്റിക്കിന്റെ വാക്കുകളും SCERT ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് 7ാം ക്ലാസ്സിലെ കുഞ്ഞുമക്കളുടെ പാഠഭാഗത്ത്. ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു ദുരിതം കാണുവാൻ സാധിക്കുകയില്ല. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗവർണർ ജനറൽ ആണ് വില്യം ബെന്റിക്. അദ്ദേഹം കൃത്യമായിട്ട് പറയുകയാണ്, നമ്മുടെ കർഷകരുടെ, നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുകയാണ്. അത്രത്തോളം ദാരുണമായ അവസ്ഥയായിരുന്നു കർഷകർക്ക് ഉണ്ടായിരുന്നത്. ആര് പറഞ്ഞ വാക്കാണ്? വില്യം ബെന്റിക്. പഠിച്ചോളേ. നോക്കൂ, അടുത്തൊരു ഡയലോഗ് ഇന്ത്യൻ കർഷകരെ കുറിച്ച് തന്നെയാണ് ഈ ഡയലോഗും. ഇന്ത്യൻ കർഷകരുടെ രക്തം പുരളാതെ ഒരു നുള്ളു നീലം പോലും യൂറോപ്യൻ കമ്പോളത്തിൽ എത്തിയിട്ടില്ല. ഇന്ത്യൻ കർഷകരുടെ രക്തം പുരളാതെ ഒരു നുള്ളു നീലം പോലും യൂറോപ്യൻ കമ്പോളത്തിൽ എത്തിയിട്ടില്ല. ആരാണ് പറഞ്ഞത്? ടെണ്ടുൽക്കർ. സച്ചിൻ ടെണ്ടുൽക്കർ അല്ല, TG ടെണ്ടുൽക്കർ. പഠിച്ചോളണം. ക്ലിയർ ആണോ പറഞ്ഞത്? ഇവിടെ ഒരു പിക്ചറൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടോ? ഫൂലോ മുർമുവിന്റെയും ജാനോ മുർമുവിന്റെയും ഒരു പിക്ചറാണ്. മുർമു എന്ന് പറയുമ്പോൾ തന്നെ കൂട്ടുകാർക്ക് ഒരു പക്ഷേ അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഓർത്തു വെക്കണം. നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു മേഡം, അവരും അതുപോലെ തന്നെ നമ്മുടെ 14ാമത്തെ CAG ആയിട്ടുള്ള ഗിരീഷ് ചന്ദ്ര മുർമു അല്ലെ. മുർമു എന്ന് പറയുന്ന ഒരു ജനത ഈ പറയുന്ന സാന്താൾ വിഭാഗത്തിൽപ്പെട്ടതാണ് കേട്ടോ. ഇന്ത്യയിൽ ഏറ്റവും പ്രബലമായിട്ടുള്ള ഒരു ഗോത്ര വിഭാഗമാണ് സാന്താൾ വിഭാഗം. അതിൽപ്പെട്ട അവർക്കാണ് ഈ മുർമു എന്നുള്ള പേരൊക്കെ വരിക. അപ്പൊ ഫൂലോ മുർമുവിന്റെയും ജാനോ മുർമുവിന്റെയും ഒരു പിക്ചറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാരണം ഗോത്ര കർഷക കലാപങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ക്ലിയർ ആണേ? ഓക്കെ, നമുക്ക് നോക്കാം. നമ്മുടെ SCERT പറയുന്നത് ഗോത്ര ജനതയെ കുറിച്ചാണ്. അപ്പൊ അതിൽ നിന്ന് തുടങ്ങാം. കമ്പനിയുടെ ഇടപെടൽ കാർഷിക മേഖലയിൽ മാത്രമായിരുന്നില്ല. എന്ന് വെച്ചാൽ കർഷകരെ കുറിച്ചുള്ള ദുരിതം നമ്മൾ ഓൾറെഡി പറഞ്ഞു, വില്യം ബെന്റിക്കും ടെണ്ടുൽക്കറിന്റെ വാക്കുകൾ. കൂടാതെ ഗോത്ര ജനതയെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ എന്തെല്ലാമാണ് ഈ ഗോത്ര ജനത നേരിട്ട വിഷയങ്ങൾ? അവരുടെ ഇടത്തിലേക്ക് നമ്മുടെ ബ്രിട്ടീഷുകാർ കടന്നു ചെന്നു. ഓക്കെ, അതാണ് പ്രധാനപ്പെട്ട വിഷയം. ബ്രിട്ടീഷുകാരുടെ നിയമങ്ങള് വനങ്ങൾ പൂർണ്ണമായിട്ടും കമ്പനിയുടെ അധീനതയിലാക്കി മാറ്റി. അപ്പൊ സ്വാഭാവികമായിട്ടും വനത്തിൽ ജീവിക്കുന്ന വിഭാഗം ആദിവാസി വിഭാഗമാണ് ഈ ഗോത്ര ജനത. അവരുടെ പരമ്പരാഗതമായിട്ടുള്ള കൃഷിരീതികൾ, അവർ വനത്തെ ആശ്രയിച്ചുള്ള ജീവിതം, ഇതെല്ലാം താറുമാറാക്കുകയാണ്. അങ്ങനെയാണ് ഈ ഗോത്ര ജനത ഈ പറയുന്ന ബ്രിട്ടീഷുകാരോട് എതിരിടാൻ വേണ്ടി തുടങ്ങുന്നത്. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലുണ്ടാവും. ഗോത്ര ജനതയുടെ വനവിഭവ ശേഖരണവും പരമ്പരാഗത കൃഷിരീതിയും എല്ലാം ബ്രിട്ടീഷുകാർ തടസ്സപ്പെടുത്തിയതാണ് ഈ ഒരു കലാപങ്ങൾക്കെല്ലാം പ്രഥമമായിട്ടുള്ള മൂല കാരണം. ക്ലിയർ ആണോ പറഞ്ഞത്? അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാരും ഭൂപ്രഭുക്കന്മാരുമാണ് കലാപത്തിനിറങ്ങിയ മറ്റൊരു വിഭാഗം.
അത് അവരെ കുറിച്ചും പറയുന്നുണ്ട് CRT-യിൽ. അപ്പൊ നമ്മൾ കർഷക കലാപങ്ങൾ മാത്രമല്ല, ഗോത്ര കലാപങ്ങൾ മാത്രമല്ല, അതുകൂടാതെയുള്ള ചില അങ്ങിങ്ങായിട്ടുള്ള ഒറ്റപ്പെട്ട ചില കലാപങ്ങളും പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വീരപാണ്ഡ്യ കട്ടബൊമ്മനെ കുറിച്ചാണ്. ഓക്കെ, അപ്പൊ നോക്കൂ നിങ്ങൾ ആരൊക്കെയാണ്. ഔദിലെ രാജ ചെയ്ത് സിംഗ്, പഠിച്ചോളുക, 1 മാർക്ക് കിട്ടും. ഔദിലാണ് ആരുള്ളത്? രാജ ചെയ്ത് സിംഗ്. കണ്ട നിങ്ങള്, ഔദിലെ രാജ ചെയ്ത് സിംഗ്. തിരുനെൽവേലിയിലെ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ നമ്മൾ ഇന്ന് വിശദമായിട്ട് പഠിക്കുകയാണ്. ശിവഗംഗയിലെ മരുതു പാണ്ഡ്യൻ. ഓക്കെ, ഞാൻ പിന്നീട് പറയില്ല. ഓക്കെ, ശിവഗംഗയിലെ മരുതു പാണ്ഡ്യൻ. ഈ രണ്ടെണ്ണം ഞാൻ റൗണ്ട് ചെയ്ത് രണ്ടും നമ്മൾ പറയുന്നില്ല വിശദമായിട്ട്. അപ്പൊ ഇത് നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചോളാം. ശിവഗംഗയിലെ മരുതു പാണ്ഡ്യൻ. ഓക്കെ, ഔദിലെ രാജ ചെയ്ത് സിംഗ്. മലബാറിലെ പഴശ്ശിരാജ നമ്മൾ വിശദമായിട്ട് കേരള ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ട്. കർണാടകയിലെ കിട്ടൂർ റാണി ചിഹ്നം അല്ലെ, നമ്മൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് പറഞ്ഞൊരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ആ ക്ലാസിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ മുകളിൽ പ്രൊവൈഡ് ചെയ്യാം. തിരുവിതാംകൂറിലെ വേലുത്തമ്പി നമ്മൾ വിശദമായിട്ട് കേരള ഹിസ്റ്ററിയിൽ പഠിക്കും. കൊച്ചിയിലെ പാലിയത്തച്ഛനെ കുറിച്ചും പഠിക്കും. അപ്പോൾ ഔദിലെ രാജ ചെയ്ത് സിംഗ് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചും ശിവഗംഗയിലെ മരുതു പാണ്ഡ്യനെ കുറിച്ചും നിങ്ങൾ ഓർത്തു വെക്കുക. കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഇന്ത്യയിലെ മറ്റു ചില പ്രധാനപ്പെട്ട കലാപങ്ങളുണ്ട്. അതിൽപ്പെട്ട ആളുകളാണ് ഇവർ രണ്ടുപേരും. ക്ലിയർ ആണ്? ഇനി നമുക്ക് നമ്മൾ പഠിക്കാൻ പോകുന്ന ഗോത്ര, കർഷക, ഈ പറയുന്ന രൂപത്തിലുള്ള കലാപങ്ങളെ കുറിച്ച് ഓരോരുത്തരെ ഓരോന്നായിട്ട് പഠിക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് സന്യാസി ലഹളയാണ്. 1770 1820 കാലഘട്ടം. കൂട്ടുകാരെ, ഞാൻ പറയുമ്പോൾ ശ്രദ്ധിക്കണം. നിങ്ങൾ നോട്ട് എഴുതി പഠിക്കുന്നതാണെങ്കിൽ ഈ ക്ലാസിന്റെ മുഴുവൻ PDF നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൊടുക്കും. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ കമന്റിൽ പിൻ ചെയ്ത് വെക്കാം. പറയുന്നത് ആവശ്യമില്ലാത്ത വർഷങ്ങളൊന്നും നിങ്ങൾ പഠിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട വർഷങ്ങൾ ഏതൊക്കെയാണോ ആവശ്യം അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ക്ലിയർ ആണോ? ഓക്കെ, നിങ്ങൾ പഠിക്കേണ്ടത് ഈ കലാപം എവിടെ നടന്നു, അതിന് നേതൃത്വം കൊടുത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ പേര്, പിന്നെ ആ വർഷം ഇമ്പോർട്ടന്റ് ആണെങ്കിൽ അതും. ഇതാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. പിന്നെ കാരണവും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് നോക്കണം. സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ വരും. അപ്പോ സന്യാസി ലഹളയാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ബംഗാളിലാണ്, 1770 പഠിച്ചോടാ. വർഷം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. കാരണം ബംഗാളിൽ ക്ഷാമം നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ സന്യാസി ലഹള പൊട്ടിപ്പുറപ്പെട്ടത്. ബംഗാളിൽ ബ്രിട്ടീഷുകാർ പിടിമുറുക്കുകയാണ്. നിങ്ങൾക്കറിയാം 1773 റെഗുലേറ്റിംഗ് ആക്ട് വരുന്നത്. 1773 റെഗുലേറ്റിംഗ് ആക്ട്. അപ്പൊ ഇതിന്റെ ഒരു പശ്ചാത്തലം നിങ്ങളെ മനസ്സിലുണ്ടാവണം. വാറൻ ഹേസ്റ്റിങ്സ് വരുന്നു, ബംഗാള് ബ്രിട്ടീഷുകാരുടെ അധീനതയിലേക്ക് വരികയാണ്. ഈ കാലഘട്ടത്തിലാണ് സന്യാസി ലഹള. സന്യാസിമാർ എന്ന് പറയുന്ന ഹിന്ദു മതവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്ന വിഭാഗം, അതുപോലെ അത് മുസ്ലിം വിഭാഗത്തിൽ വരുമ്പോൾ ഫക്കീർമാര്, ഇവർക്കിടയിൽ നിന്നും ഇവരുടെ എന്താ പറയുക നികുതി പരിഷ്കാരങ്ങൾ, ബ്രിട്ടീഷുകാരുടെ ഇടപെടൽ മൂലം ഇവരുടെ ജീവിതമാർഗം തടസ്സപ്പെട്ട സമയത്ത് ഈ സന്യാസിമാർക്കിടയിൽ നിന്നും ഫക്കീർമാർക്കിടയിൽ നിന്നും കലാപം പൊട്ടിപ്പുറപ്പെടുകയാണ്. വലിയ രൂപത്തിൽ ബ്രിട്ടീഷുകാർക്ക് ഒരു തിരിച്ചടി ആദ്യകാലത്ത് ചെറുതായിട്ടാണെങ്കിലും ബ്രിട്ടീഷുകാർക്ക് നേരിടേണ്ടി വന്നത് സന്യാസിമാരിൽ നിന്നും ഫക്കീർമാരിൽ നിന്നുമാണ്. അതാണ് ഈ ഒരു പരമ്പര. അതായത് ഒരുപാട് വർഷം നീണ്ടു നിന്ന ഒരു കലാപങ്ങള് അങ്ങിങ്ങായി ഒറ്റപ്പെട്ട കലാപങ്ങളാണ്. അപ്പൊ ഫക്കീർ സന്യാസി കലാപങ്ങള് ബംഗാളിലാണ് നടന്നതെന്ന് ആലോചിച്ച് വെക്കുക. ഇനി കൃത്യമായിട്ട് ചോദിക്കുകയാണ് നിങ്ങളോട്, സന്യാസി കലാപത്തിന് നേതൃത്വം കൊടുത്ത പ്രമുഖമായിട്ടുള്ള ആളുകൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അതിന്റെ നേതാവ് എന്ന് പറയാം നമുക്ക് പണ്ഡിറ്റ് ഭവാനി ചരൺ പഥക്. നോക്കൂ, പണ്ഡിറ്റ് ഭവാനി ചരൺ പഥക്. അതുപോലെ ദേവി ചൗധുറാണി. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന ഏറ്റവും പ്രാകൃതമായ വിപ്ലവമാണ്. എന്ന് വെച്ചാൽ തുടക്കകാലത്താണല്ലോ, അതുകൊണ്ട് ഇത് അതിൻ്റെതായ ഒരു നല്ല രൂപത്തിലേക്ക് വന്നിട്ടില്ല. അപ്പൊ പ്രാകൃതമായ ഒരു വിപ്ലവമാണ്. ലഹളയെ, ഈ ഒരു കലാപത്തെ, സന്യാസി ലഹളയെ അടിസ്ഥാനമാക്കി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു സ്ലൈഡിലെ പോയിന്റ് ഇതാണ്. ഞാൻ സ്റ്റാർ ഇട്ട് വെക്കാം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഈ ഒരു ലഹളയെ അടിസ്ഥാനമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി, അദ്ദേഹത്തിന്റെ പിക്ചർ കണ്ടല്ലതാ, ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവലാണ് ആനന്ദമഠം. 1882 ആ നോവല് അദ്ദേഹം പുറത്തിറക്കിയ കേട്ടോ. ആ വർഷം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പൊ ആനന്ദമഠം എന്ന് പറയുന്ന നോവൽ എഴുതിയത് ആരാണെന്ന് ചോദിക്കും. ബങ്കിം ചന്ദ്ര ചാറ്റർജി. എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്? സന്യാസി ലഹളയെ. ക്ലിയർ ആണോ പറഞ്ഞത്? ഈ ആനന്ദമഠം ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതുന്നു. ആ ആനന്ദമഠം അതിന്റെ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ വ്യക്തി, ഇതും PSC ചോദിക്കാൻ സാധ്യതയുണ്ട്, നരേഷ് ചന്ദ്ര സെൻ ഗുപ്തയാണ്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. നോക്കണം, വന്ദേ മാതരമല്ല, അവിടെയാണ് ഇതിന്റെ പ്രശ്നം വരുന്നത്. ദ അബേ ഓഫ് ബ്ലിസ് എന്ന രൂപത്തില് ആനന്ദമഠം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത ആരാണ്? അവിടെ അറിയുന്നവർ കമന്റ് ചെയ്യണം. വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത ആരാണോ ഒന്ന് കമന്റ് ചെയ്തേ. ശ്രദ്ധിക്കണം, എപ്പോഴും മാറിപ്പോകുന്ന ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ ആനന്ദമഠം എന്ന് പറയുന്ന ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ നോവല് നരേഷ് ചന്ദ്ര സെൻ ഗുപ്തയാണ് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യുന്നത്. ക്ലിയർ ആണോ? സന്യാസി ലഹളയെ അടിസ്ഥാനമാക്കി ഇദ്ദേഹം ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച കൃതിയാണ് ആനന്ദമഠം. 1882 സെറ്റാണ്. ഇനി നോക്കൂ, ഫക്കീർ കലാപത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ബംഗാളിൽ തന്നെ സമാന കാലഘട്ടത്തിൽ നടന്ന കലാപമാണ്. അതിന്റെ നേതാവായിട്ട് നമുക്ക് പറയാം ചരൺ പഥക്കാണ്. സന്യാസി ലഹള അല്ലെങ്കിൽ ദേവി ചൗധുറാണിയാണെങ്കിൽ
ഇവിടെ മജ്നു ഷായാണ്. മജ്നു ഷാ. അടുത്ത പഹാരിയ കലാപമാണ് കൂട്ടുകാരെ. 1778 പഹാരിയ കലാപം. പഹാരിയ എന്ന് പറയുന്ന ഒരു ഗോത്ര വിഭാഗമുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, തെറ്റിക്കരുത്, സാന്താൾ കലാപവും പഹാരിയ കലാപവും പഠിക്കുന്ന സമയത്ത് രണ്ടും രാജ്മഹൽ കുന്നുകളിലാണ്. നീണ്ടു കിടക്കുകയാണ് രാജ്മഹൽ കുന്നുകൾ, ജാർഖണ്ഡ് വെസ്റ്റ് ബംഗാളിന്റെ ആ ഒരു ബോർഡറിൽ. യഥാർത്ഥത്തിൽ പഹാരിയകൾ എന്ന് പറയുന്ന വിഭാഗം കലാപം തുടങ്ങുന്നത് വെസ്റ്റ് ബംഗാളിൽപ്പെട്ട രാജ്മഹൽ കുന്നുകളിലാണ്. എന്ന് വെച്ചാൽ ബംഗാൾ, പശ്ചിമ ബംഗാളിൽപ്പെട്ട രാജ്മഹൽ കുന്നുകളിൽ അധിവസിച്ചിരുന്ന ഗോത്ര വിഭാഗമാണ് പഹാരികൾ. ആരാണവേ? പഹാരികൾ. വർഷം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. UPSC പരീക്ഷകൾക്കൊക്കെ മുമ്പ് വർഷം ചോദിച്ചിട്ടുണ്ട്. 1778 PSC പരീക്ഷയിൽ വർഷം മുമ്പ് ചോദിച്ചാൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ എന്നാലും നോട്ട് ചെയ്യുക. ഡിഗ്രി ലെവൽ എക്സാം എഴുതാൻ പോകുന്നവർ 1778 ഓക്കെ. 1770 മുതൽ ബംഗാളില് സന്യാസി ലഹള ആരംഭിച്ചു. നമ്മൾ വർഷത്തിന്റെ ഓർഡറിലാണ് ഇങ്ങനെ പഠിക്കുന്നത്. അപ്പൊ 1778 എത്തിയ സമയത്ത് ഓക്കെ, റെഗുലേറ്റിംഗ് ആക്ടിനൊക്കെ ശേഷം നോക്കൂ, എവിടെയാണ്? ബംഗാളിൽ തന്നെ രാജ്മഹൽ കുന്നുകളില് അവിടുത്തെ ഗോത്ര വിഭാഗം പഹാരിയകൾ. തുടക്കത്തിൽ വരുന്നത് പഹാരികളാണ്. ഇവര് വനവാസികളായതുകൊണ്ട് വനവിഭവങ്ങൾ ആശ്രയിച്ച് ജീവിച്ചവരായിരുന്നു. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇവര് പ്രധാനമായിട്ടും അവരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന ആയുധം എന്ന് പറയുന്നത് കൈക്കോട്ടായിരുന്നു. ഓക്കെ, നമ്മുടെ നാടൻ ഭാഷയിൽ കേരളത്തിൽ പറയുകയാണെങ്കിൽ കൈക്കോട്ട്. ഈ പറയുന്ന ബംഗാൾ ക്ഷാമം ഇവരെയും ബാധിച്ചിരുന്നു കൂട്ടുകാരെ. അപ്പൊ അവരെന്ത് ചെയ്യുന്നു? ഈ പഹാരികള് ക്ഷാമം വന്ന സമയത്ത് അവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് താഴ്വാരങ്ങളിലേക്ക് ഇറങ്ങിയിട്ട് അവിടെയുള്ള കർഷകരെ, സാധാരണ ജനങ്ങളെയൊക്കെ ഇവർ ആക്രമിച്ചിരുന്നു. ഓക്കെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ പാഠഭാഗത്തൊക്കെ ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നതുകൊണ്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. കാട് വെട്ടിത്തെളിക്കുന്നതിനെതിരെ ബ്രിട്ടീഷുകാർ എന്താണ് പ്രോത്സാഹിപ്പിച്ചു. എന്ന് വെച്ചാൽ കർഷകര് കാടെല്ലാം വെട്ടിത്തെളിച്ചുകൊണ്ട് കാട് നശിപ്പിക്കുക എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഉൾക്കാട്ടിലേക്ക് കയറാൻ തുടങ്ങി. ഇത് ഇവരെ സംബന്ധിച്ച് വലിയൊരു പ്രയാസമായിരുന്നു. ജമീന്ദാർമാരും ജോട്ടേദാർമാരും എല്ലാ സഹായങ്ങളും ബ്രിട്ടീഷുകാർക്ക് ചെയ്തു കൊടുത്തു. ആധുനിക കൃഷി പരിശീലിപ്പിക്കാൻ ബ്രിട്ടീഷുകാർ ശ്രമം നടത്തി. എന്ന് വെച്ചാൽ പ്രാകൃതമായ ഈ വനത്തിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് മുന്നോട്ട് പോയിരുന്ന നമ്മുടെ പഹാരികൾക്ക് ഇതൊരു വലിയ വെല്ലുവിളിയായിരുന്നു. എന്ന് വെച്ചാൽ പുതിയ കൃഷിരീതികൾ കൊണ്ടുവന്നത് ഇവരെ സംബന്ധിച്ച് വെല്ലുവിളിയായിരുന്നു. ഈ 3 കാരണങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ബ്രിട്ടീഷുകാർക്കെതിരെ ബംഗാളില് അതല്ലെങ്കിൽ രാജ്മഹൽ കുന്നുകളില് ആദ്യത്തെ ഗോത്രവർഗ കലാപം നടക്കുകയാണ്. പഹാരിയ കലാപമാണ്. അടുത്തത് നമ്മൾ ദക്ഷിണേന്ത്യയിലേക്ക് വരികയാണ്. വർഷം നോക്കൂ, 1800 ആവാറായി. 1799 85 കാലഘട്ടം. കട്ടബൊമ്മൻ എന്നുള്ള പേര് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപക്ഷെ സുപരിചിതമായിരിക്കും. തമിഴ്നാട്ടില് വളരെ പ്രധാനപ്പെട്ട ഒട്ടനവധി സിനിമകളൊക്കെ ഇദ്ദേഹത്തെ മുൻനിർത്തി വന്നിരുന്നു അല്ലെ. ഇദ്ദേഹം പാഞ്ചാലക്കുറിച്ചിയിലെ ഭരണാധികാരിയായിരുന്നു കേട്ടോ. പാഞ്ചാലക്കുറിച്ചി പഠിച്ചു വെക്കണം. അപ്പൊ കട്ടബൊമ്മൻ വിപ്ലവം അല്ലെങ്കിൽ പോളിഗർ വിപ്ലവം എന്നറിയപ്പെടുന്നത് 1799 1805 കാലഘട്ടങ്ങളിൽ. നമ്മുടെ കേരളത്തിലേക്ക് പഴശ്ശിരാജയെ നോക്കുകയാണെങ്കിൽ, കർണാടകയിലേക്ക് പോകുമ്പോൾ ടിപ്പുവിനെ നോക്കുകയാണെങ്കിൽ, ഈ ഒരു കാലഘട്ടത്തിൽ തമിഴ്നാട്ടിലുണ്ടായിരുന്ന ഒരു വീര ഇതിഹാസ താരമായിരുന്നു വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. ഇദ്ദേഹത്തെ തൂക്കിലേറ്റിയത് 1799 പഠിക്കണേ, 1799 ഇദ്ദേഹത്തെ തൂക്കിലേറ്റാൻ വിധിച്ച അല്ലെങ്കിൽ അവിടുത്തെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് മേജർ ജോൺ ബാനർമാൻ ആണ്. ഡിഗ്രിക്കാരൊന്ന് ശ്രദ്ധിച്ചു വെച്ചാൽ മതി. ആ പേര് 10th ലെവൽ പ്ലസ് 2 ലെവൽ എക്സാമിന് ചോദിക്കാൻ സാധ്യതയില്ല. ഓക്കെ, എന്നാൽ ഇദ്ദേഹത്തെ തൂക്കിലേറ്റിയ സ്ഥലം നിങ്ങൾ നോട്ട് ചെയ്യണം. എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കും. കൈത്താർ കോട്ട. നോക്കൂ, ഞാൻ കളർ മാറ്റി കൊടുത്തിട്ടുണ്ട്. കൈത്താർ കോട്ട എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ സ്ഥലത്താണ് ഇദ്ദേഹത്തെ പരസ്യമായിട്ട് തൂക്കിലേറ്റുന്നത് 1799. പഠിച്ചോടാവേ. ഇപ്പൊ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ ഇദ്ദേഹത്തെ തൂക്കിലേറ്റിയ വർഷം മറ്റൊരു മഹാൻ മരണപ്പെടുന്നുണ്ട്. ആരാണെന്ന് നിങ്ങൾ അറിയുന്നവർ കമന്റ് ചെയ്യണം. ഓക്കെ. അപ്പൊ നോക്കൂ, തിരുനെൽവേലിയില് കട്ടബൊമ്മൻ വിപ്ലവം നടക്കുന്നു. അതിനുശേഷം ഇദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം വീണ്ടും രണ്ടാമതും ഒരു വിപ്ലവം അവിടെ നടക്കുന്നുണ്ട്. അതാണ് രണ്ടാം പോളിഗർ വിപ്ലവം. അത് 1800 കാലഘട്ടങ്ങളിലാണ്. 1800 1801 കാലഘട്ടങ്ങളാണ്. 805 വരെ നീണ്ടു നിന്നിരുന്നു. രണ്ടാം പോളിഗർ വിപ്ലവം നടക്കുന്നത്, ആ ഒരു വിപ്ലവത്തിന് അറിയപ്പെടുന്ന പേര് സൗത്ത് ഇന്ത്യൻ റെബിലിയൻ എന്നാണ്. സൗത്ത് ഇന്ത്യൻ റെബിലിയൻ, രണ്ടാം പോളിഗർ വിപ്ലവം. ഓക്കെ, നോക്കൂ, ഇദ്ദേഹത്തിന്റെ ഒരു സ്റ്റാമ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാം. വീരപാണ്ഡ്യ കട്ടബൊമ്മന്റെ പേരിലുള്ള തപാൽ സ്റ്റാമ്പ് ഭാരത സർക്കാർ പുറത്തിറക്കുന്നത് 1999 കൂട്ടുകാരെ. 1999 1799 ഇദ്ദേഹം തൂക്കിലേറ്റപ്പെടുന്നത്. അപ്പൊ അതിന്റെ 200ാം വാർഷികം. അപ്പൊ 200ാം വാർഷികം കൊണ്ടാടുന്ന വേളയിൽ ഭാരത സർക്കാർ അദ്ദേഹത്തിന്റെ സ്റ്റാമ്പ് പുറത്തിറക്കിയിരുന്നു. അപ്പൊ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ തമിഴ്നാട്ടിലാണ്, തിരുനെൽവേലിയിലാണ്. പോളിഗർ വിപ്ലവം വർഷം നിങ്ങൾ ഓർത്തു വെക്കേണ്ട. അദ്ദേഹം മരണപ്പെട്ട ആ തൂക്കിലേറ്റപ്പെട്ട വർഷം 1799. ക്ലിയർ ആണോ? അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കലാപമാണ് കൂട്ടുകാരെ പൈക്ക കലാപം. വർഷം ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. 1817. 1700 അവസാനിച്ചു. 1800 തുടക്കത്തില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കലാപം, ഒരു കർഷക കലാപമാണ്. പൈക്ക വിദ്രോഹ എന്ന് അറിയപ്പെടുന്നു.
ഒറീസയിലാണ് ഇത് നടന്നത്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857 ശിപ്പായിലകള. അത് നടക്കുന്നതിന് 40 വർഷം മുമ്പ്. അങ്ങനെ ആലോചിച്ച് വെക്കണം. 1817 ഒറീസയിലെ, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഖോർദ എന്ന് പറയുന്ന സ്ഥലം, ഖോർദ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു കലാപം ആരംഭിക്കുന്നത്, നടക്കുന്നത്. ഇതൊരു കർഷക സായുധ വിപ്ലവമാണ്. പൈക്ക എന്ന് പറയുന്ന സമുദായം, ആ സമുദായത്തിന് ഗജപതി രാജാക്കന്മാര് കൃഷിഭൂമി പാട്ടത്തിന് നൽകിയിരുന്നു. ഈ കൃഷിഭൂമി എന്ത് ചെയ്യുകയാണ്? ഒരു സുപ്രഭാതത്തിൽ ബ്രിട്ടീഷുകാര് കീഴടക്കുകയാണ്, അല്ലെങ്കിൽ പിടിച്ചെടുക്കുകയാണ്, അതിൽ മാറ്റം വരുത്തുകയാണ്. അതല്ലെങ്കിൽ ബ്രിട്ടീഷുകാര് ആ ഒരു പരിപാടി നിർത്തലാക്കുകയാണ്. 1800 തുടക്കത്തിൽ നടത്തിയ ഈ ഒരു പരിഷ്കാരം പൈക്ക സമുദായത്തെ വലിയ രൂപത്തിൽ എന്താക്കാണ്, വേദനിപ്പിച്ചുകൊണ്ട് അവർ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെയാണ് ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ പ്രക്ഷോഭം, കലാപമായ പൈക്ക കലാപം, കർഷക കലാപമാണ്. പഠിച്ചോളം, പൈക്ക കലാപം കർഷക കലാപമാണ്. അത് നടക്കുന്നത് ഒറീസയിലാണ്. അതിന്റെ നേതാവ് അല്ലെങ്കിൽ നേതൃത്വം കൊടുത്ത വ്യക്തി ബക്ഷി ജഗബന്ധു ആണ്. ബക്ഷി ജഗബന്ധു, പക്ഷിയല്ല ബക്ഷിയാണ്, അവിടുത്തെ സ്ഥാനപ്പേരാണ് കേട്ടോ. ബക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന രാജാക്കന്മാരുടെ നമ്മുടെ സൈന്യാധിപൻ ഒക്കെ പറയുന്ന രൂപത്തിലുള്ള ഒരു വിളിപ്പേരാണ് ബക്ഷി. അദ്ദേഹത്തിന്റെ പേര് ജഗബന്ധു വിദ്യാധർ മൊഹാപാത്ര, അങ്ങനെ കുറച്ചുകൂടി ഉണ്ട്. അപ്പോ വിദ്യാധർ മൊഹാപാത്ര, ആ പേര് മുഴുവനൊന്നും നിങ്ങൾ പഠിച്ചില്ലെങ്കിലും വിദ്യാധർ മൊഹാപാത്ര എന്ന് യഥാർത്ഥ പേരുള്ള ബക്ഷി ജഗബന്ധു എന്ന് ചുരുക്കി വിളിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു വലിയ പ്രതിമ, ഈ കാണാൻ നിങ്ങൾക്ക് ഇതാണ് അദ്ദേഹം കേട്ടോ. ഒരു പ്രതിമ ഭുവനേശ്വറിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. എവിടെയാണ്? ഭുവനേശ്വറില്. അപ്പൊ 1829 അദ്ദേഹം അന്തരിക്കുന്നുണ്ട്. ഓക്കെ, പൈക്ക സമുദായത്തെ കുറിച്ച് ആലോചിക്കുക. വർഷം 1817, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ 40 വർഷം മുമ്പ്. സെറ്റാണോ? സ്ഥലം കൃത്യമായിട്ട് പഠിക്കുക. ഒറീസ. നോക്കൂ, 200ാമത് വാർഷികം 2017 ആഘോഷിക്കുന്ന വേളയിൽ നമ്മുടെ കേന്ദ്ര സർക്കാർ, ഞാൻ പറഞ്ഞല്ലോ, ഓഗസ്റ്റ് 15 മുതൽ ഭാരത സർക്കാർ എന്ത് ചെയ്യുന്നു? പൈക്ക കലാപത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങളെ മനസ്സിൽ ഉണ്ടായിക്കോട്ടെ, ക്ലിയർ ആയിട്ട് പഠിച്ചോളുക. പൈക്ക കലാപം. അടുത്ത കലാപങ്ങൾ നോക്കൂ. കൂക്ക കലാപം, ബീൽ കലാപം. ഓരോരോ വർഷത്തിന്റെ അടിസ്ഥാനത്തിൽ പഠിച്ചു പോവുകയാണ്. 1815 പൈക്ക കലാപത്തിന് മുമ്പ് തന്നെ തുടങ്ങുന്നുണ്ട് ഈ ഒരു കൂക്ക കലാപം. പക്ഷെ നീണ്ടു നിൽക്കുന്ന ഒരു കലാപമാണ് ഇത്. യഥാർത്ഥത്തിൽ കർഷക കലാപമോ ഗോത്ര കലാപമല്ല, ഒരു മതപരമായ വിഭാഗത്തിനിടയിൽ നിന്നുണ്ടാവുന്ന ഒരു കലാപമാണ്. ഓക്കെ, നോക്കൂ, കൂക്ക എന്ന് പറയുന്ന വിഭാഗം സിഖ് മതത്തിന്റെ, ആ സിഖ് സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കലാപമായിരുന്നു കൂക്ക കലാപം. കൂക്ക കലാപം സിഖുകാർ എവിടെയാണ് കൂക്കിയത്? പഞ്ചാബിലാണെന്ന് ആലോചിക്കുക. നോക്കൂ, വർഷം പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ സ്ഥലം നിങ്ങൾ പഠിക്കണം. പഞ്ചാബ്. കൂട്ടുകാർ, എവിടെയാണ്? പഞ്ചാബില് സിഖ് മതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചാബ് പഠിക്കുക. നേതാവ് പഠിക്കുക, ബാബ രാം സിംഗ്. എല്ലാവരും പഠിച്ചേ. ബാബ രാം സിംഗ്, കൂക്ക കലാപം. കൂക്ക, ബാബ രാം സിംഗ്, പഞ്ചാബ്. സെറ്റാണ്. അടുത്തത് ബീലാണ്. കൂക്കി വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ബീൽ. കണ്ടോ, നിങ്ങൾ ഒരു പിക്ചർ കണ്ടോ? ഒരു ബീൽ എന്ന് പറയുന്ന വിഭാഗത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സ്റ്റാമ്പാണ്. ബീൽ എന്ന് പറയുന്ന വിഭാഗത്തെ കുറിച്ച് ഒരുപക്ഷെ കൂട്ടുകാർക്ക് അറിയാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗോത്ര ആദിവാസി വിഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ചാടിക്കെട്ടി എഴുതണ്ട സാന്താൾ എന്ന് കേട്ടോ. സാന്താൾ എന്ന് പറയുന്ന കലാപം PSC പരീക്ഷകളിലും ഇമ്പോർട്ടന്റ് ആണ്, കുഞ്ഞുങ്ങളുടെ പാഠഭാഗത്തുണ്ട്. പക്ഷെ സാന്താൾ കലാപത്തിലെ അല്ലെങ്കിൽ സാന്താൾ വിഭാഗത്തിന്റെ പ്രത്യേകത എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സാന്താൾ വിഭാഗത്തെ കുറിച്ച്, ദ്രൗപദി മുർമു ഉൾപ്പെടെയുള്ള നമ്മുടെ ആളുകളെ കുറിച്ചൊക്കെ. അപ്പോ സാന്താൾ കലാപം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗോത്ര കലാപമാണ്. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗോത്ര ജനത ചോദിച്ചാൽ അത് സാന്താൾ അല്ല, അത് ഭീലാണെന്ന് പഠിച്ചു വെക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗോത്ര ജനത. അല്ലെങ്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ പണിയരെ കുറിച്ച് പറയാറുണ്ട് അല്ലെ, ST SC എന്നൊക്കെ പറയാറുണ്ട്. ഗോത്രം ആദിവാസി വിഭാഗത്തിലെ ഏറ്റവും വലിയ വിഭാഗം കേരളത്തിലുള്ളത് പണിയരാണ് അല്ലെ. പട്ടിക ജാതിയാണെങ്കിൽ പുലയരാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗോത്ര ജനത ആദിവാസി വിഭാഗം ഭീലാണ്. ഭീൽ എന്ന് കാണാം. ഈ ഭീൽ കലാപം നടക്കുന്ന വർഷവും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട. 1818 തുടങ്ങുകയാണ്. പൈക്ക കലാപത്തിന് ശേഷം ആലോചിക്കുക. ഭീൽ കലാപം ഒരു നീണ്ടു നിൽക്കുന്ന കലാപമാണ്. 31 വരെ നീണ്ടു നിൽക്കുന്നു. സ്ഥലം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. മറാത്ത പ്രവിശ്യ, അന്നത്തെ മറാത്ത പ്രവിശ്യ. ഇന്നത്തെ അതിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് മധ്യപ്രദേശ്, രാജസ്ഥാന്, നമ്മുടെ മഹാരാഷ്ട്രയുടെ ഏരിയയും വരുന്നുണ്ട്. അപ്പൊ എവിടേക്കാണ് ചോദിച്ചാൽ മധ്യപ്രദേശ്, രാജസ്ഥാൻ. ഓക്കെ, ഈ ജനവിഭാഗം ഏറ്റവും കൂടുതലുള്ളതും ഈ മേഖലയിൽ തന്നെയാണ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ. മറാത്ത പ്രവിശ്യയിലെ ഖണ്ഡേഷ് മലനിരകൾ. ഡിഗ്രി ലെവലിൽ ചോദിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഖണ്ഡേഷ് മലനിരകളാണ്. ഓക്കെ, തൽക്കാലം നിങ്ങൾ മറാത്ത പ്രവിശ്യ, രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ആ ബെൽറ്റ് എന്ന് ആലോചിക്കുക. ക്ലിയർ? ഈ ഒരു കലാപത്തെ കുറിച്ച് ഒരുപാട് നേതാക്കന്മാരുള്ളത് കൊണ്ട് ചോദിക്കാൻ സാധ്യത കുറവാണ്. എന്നാലും ഈ ഒരു കലാപം തുടങ്ങിയ സമയത്ത് ഇത് ആരംഭിച്ചത് സേവാറാം ആയിരുന്നു. ഭീൽ എന്ന് പറയുന്ന ആദിവാസി വിഭാഗം ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്തുന്നു. അത് തുടങ്ങി വെച്ചത് സേവാറാമം. എന്നാൽ ആ ഒരു കലാപത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് വധിക്കപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഉമാജി രാജ എന്നാണ്. ഉമാജി രാജ. അപ്പൊ ഭീൽ കലാപത്തിന്റെ പ്രധാനപ്പെട്ട നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഉമാജി രാജ എന്ന് നിങ്ങളോട് ചോദിക്കും. UPSC പരീക്ഷയിൽ മുമ്പ് ആൻസർ ആയിട്ട് വന്നിട്ടുണ്ട് ഉമാജി രാജ. അപ്പൊ വധിക്കപ്പെട്ട പ്രധാന നേതാവ് ഉമാജി രാജ. ഭീൽ കലാപം. സെറ്റാണ്.
അടുത്ത് നോക്കൂ, സാമ്പൽപൂർ വിപ്ലവമാണ്, ഒറീസയിലാണ്. അപ്പൊ പൈക്ക കലാപം നടന്ന ഒറീസയില് മറ്റൊരു കലാപം നടക്കുകയാണ് സാമ്പൽപൂർ. അപ്പൊ സാമ്പൽപൂർ എന്ന് പറയുന്ന സ്ഥലം, സാറേ സാറേ സാമ്പാറേ, ആരാണ് ആള്? സുരേന്ദ്രനാണ് കേട്ടോ. അപ്പൊ സുരേന്ദ്ര സായി ആണ്, സുരേന്ദ്ര സാറല്ല, സുരേന്ദ്ര സായി, പഠിച്ചോളുക, സുരേന്ദ്ര സായി. ഒറീസയില് സാമ്പൽപൂർ. തൽക്കാലം ആ 3 പോയിന്റ് വേറെ വിശദമായിട്ട് ഞാൻ പറയുന്നില്ല, ഒരുപാട് പഠിക്കാനുള്ളത് കൊണ്ട്. നോക്കൂ, അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഖാസി കലാപം. ഖാസി കലാപം ഗോത്ര കലാപമാണ്. ഈ ഗോത്ര കലാപം എന്ന് പറയുമ്പോൾ ഖാസി, ഗാരോ, ജയന്തിയ കുന്നുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇന്ത്യൻ ജോഗ്രഫിയിൽ. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ മേഘാലയയിൽ വരുന്ന ഖാസി കുന്നുകൾ, അവിടെ തന്നെയാണ് സംഭവിക്കുന്നത്. ഈ ഒരു ഖാസി ഗോത്ര ജനത വിഭാഗത്തിനെ ഇങ്ങനെ ഒരു കലാപത്തിലേക്ക് പൊട്ടിപ്പുറപ്പെടാൻ ഒരു കാരണമുണ്ട്. നമ്മൾ ഗോത്ര കലാപങ്ങൾക്ക് പൊതുവെയുള്ള കാരണങ്ങൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. അത് കൂടാതെ ഖാസി കലാപത്തിന് കാരണം എന്ന രൂപത്തിൽ എടുത്ത് നിങ്ങൾ പഠിക്കണം. നോക്കൂ, ബ്രിട്ടീഷുകാർ ഒരു റോഡ് നിർമ്മിക്കുകയാണ്. നോക്കൂ, ആ റോഡ് നിർമ്മിക്കുന്ന സമയത്ത് വനം വെട്ടിത്തെളിച്ച് അതിലൂടെയാണ് ആ റോഡ് ഉണ്ടാക്കുന്നത്. അപ്പോ ഈ റോഡ് നിർമ്മാണത്തിൽ ഗോത്ര മേഖല കയ്യേറുകയാണ് ഇവര്. അത് എന്താണ്, ഈ പറയുന്ന ജനതയെ വലിയ രൂപത്തിൽ അവരുടെ ഇടം, അവരുടെ വാസസ്ഥലം, അവരുടെ വീടുകളെല്ലാം നശിക്കുന്നു. അപ്പൊ ഇവരെന്ത് ചെയ്യുന്നു, ഇവർക്ക് ജോലി എന്ന രൂപത്തിൽ ഈ റോഡ് നിർമ്മാണത്തിൽ ഇവർ പങ്കെടുക്കണം. അത്തരത്തില് മേഘാലയയിലെ ഖാസി കുന്നുകളിലെ അല്ലെങ്കിൽ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഖാസി ജനതയ്ക്കിടയിൽ നിന്നും ഉണ്ടായ ഒരു കലാപമാണ് ഖാസി കലാപം. 1829, 33 വർഷം നിങ്ങൾ എക്സാക്ട് പഠിക്കണ്ട. ക്ലിയർ ആണോ? അപ്പൊ ഇതിന് നേതൃത്വം കൊടുത്ത ആളുടെ പേര് പഠിക്കണം, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആരാണ് നേതൃത്വം കൊടുത്തത്? നോക്കൂ, തിരോട്ട് സിംഗ് ആണ്. ആരാണ്? തിരോട്ട്, തിരുട്ടല്ല കേട്ടോ, തിരോട്ട് സിംഗ്. ഓക്കെ, തിരോട്ട് സിംഗ് എന്ന് പറയുന്ന മേഘാലയയില് അദ്ദേഹത്തിന് ഒരു പ്രാധാന്യം കൂടിയുണ്ട്. അദ്ദേഹം മരിച്ച ദിവസം 1835, ഈ ഒരു കലാപത്തിന്റെ ഒരു മൂർധന്യാവസ്ഥയിൽ 35, 33 കലാപം അവസാനിക്കുന്നുണ്ടെങ്കിൽ 35 ജൂലൈ 17 അദ്ദേഹം മരിക്കുന്നത്. ആ ദിവസം മേഘാലയയിലെ സംസ്ഥാന അവധി ദിവസമായിട്ട് കൂടി സർക്കാർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ തിരോട്ട് സിംഗ് പഠിച്ചോളുക. ഖാസി കലാപത്തിന്റെ ആളാരാണ്? അദ്ദേഹത്തിന്റെ പിക്ചറാണ് ഈ കാണുന്നത് കേട്ടോ. ആരാണ്? ഖാസി കലാപത്തിന്റെ ആളാരാണ്? തിരോട്ട് സിംഗ്. അടുത്ത കോൾ കലാപമാണ് കൂട്ടുകാരെ, കോൾ കലാപം. CRT പറയുന്ന കലാപമായതുകൊണ്ട് ഇതിന്റെ സ്ഥലവും ആളെയും നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിക്കണം. വർഷം ഞാൻ വീണ്ടും പറയുന്നു, 31 കാലഘട്ടങ്ങളിലാണ് ഈ കലാപങ്ങളെല്ലാം നടക്കുന്നത്, അങ്ങിങ്ങായിട്ട് നടന്ന ഗോത്ര കലാപങ്ങളെ. അപ്പൊ ഖാസി കുന്നുകളിൽ തിരോട്ട് സിംഗ് ആണെങ്കിൽ ചോട്ടാ നാഗ്പൂർ മേഖലയില് ബുദ്ധു ആണ്. നോക്കൂ, കോൾ കലാപം, കോൾ ചെയ്തത് ഒരു ബുദ്ധൂസ് ആയിരുന്നു. നമുക്ക് കോഡ് പറയാം, ബുദ്ധു ഭഗത്. പഠിച്ചോളം, ഒരു മാർക്ക് അവിടെ കിട്ടും. കോൾ കലാപം എവിടെയാണ്? ചോട്ടാ നാഗ്പൂരിലാണ്. ആരാണ് അതിന്റെ നേതാവ്? ബുദ്ധു ഭഗത്. കോൾ കലാപം ചോട്ടാ നാഗ്പൂർ, ബുദ്ധു ഭഗത്. പഠിച്ചോളണം. പാലക്കൊണ്ട കലാപം. ഓക്കെ, പേര് ചോദിക്കാൻ സാധ്യതയില്ല. പാലക്കൊണ്ട ജമീന്ദാറാണ്. ആന്ധ്രാപ്രദേശിലാണ് പാലക്കൊണ്ട കലാപം നടന്നത്. ചോദിക്കും, ആന്ധ്രാപ്രദേശിലാണ് പാലക്കൊണ്ട സമരം നടന്നത്. ഓക്കെ, പാലക്കൊണ്ട കലാപം, പാലക്കൊണ്ട ജമീന്ദാർ. ഇനി നോക്കൂ, ഗോണ്ട് കലാപം. കൂട്ടുകാരെ, വളരെ ഇമ്പോർട്ടന്റ് ആണ് ഗോണ്ട് കലാപം. ഈ പറയുന്ന ഒറീസയിലെ ഒരു ആദിവാസി വിഭാഗമാണ് ഗോണ്ടുകൾ. ഇവർക്കിടയിൽ നിന്നും വീണ്ടും നോക്കൂ, ഒറീസയിൽ ഒരുപാട് കലാപങ്ങൾ, സാമ്പൽപൂർ നമ്മൾ പറഞ്ഞു, പൈക്ക നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനിയും ഒറീസയിൽ വരാനുണ്ട്. ഇത് ഗോണ്ടുകളാണ്, ഒറീസയിലെ ഗോണ്ട് വിഭാഗത്വം. ആ ഗോണ്ട് എന്ന് പറയുമ്പോൾ ചക്ര ബിസോയ്. ഓക്കെ, ബസ്സില് ചക്രത്തിന്റെ ഇടയിൽ ഗുണ്ടിട്ട് പൊട്ടിച്ച ഒരു കഥ പറയാനുണ്ട് കേട്ടോ. അപ്പോ ചക്രം ഗുണ്ട് അങ്ങനെ ആലോചിച്ച് വെച്ച്, ഞാൻ അങ്ങനെ ആലോചിച്ച് വെക്കാറ്. അപ്പൊ ചക്രം എന്താണ്? ചക്ര ബിസോയ്, ബസ്സാണ്, ചക്രത്തിന്റെ ബസ്സാണ്. ചക്ര ബിസോയ് ബസ്സാക്കാം. ചക്രം ബസ്സിൽ എന്തിട്ടുന്നു? ഗുണ്ട് വെക്കുന്നു, ഗുണ്ട്, ഗോണ്ട്. ഓക്കെ, ഒറീസയിലാണ്. എടാ പഠിച്ചോളാം, ഗോണ്ട് കലാപം, ചക്ര ബിസോയ് ഒറീസ, പാലക്കൊണ്ട ആന്ധ്രാപ്രദേശ്, കോള് ചോട്ടാ നാഗ്പൂർ, ബുദ്ധു ഭഗത്. നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ടതും PSC പരീക്ഷകളിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്നതുമായ കലാപം, വർഷം ഇമ്പോർട്ടന്റ് ആണ്. പൈക്ക കലാപം പഠിച്ച പോലെ വർഷം പഠിച്ചോളുക, 1855. ഇനി ഒരു പക്ഷേ 1855, 56 എന്ന് കൊടുക്കും, അതും ശരിയാണ്. ക്ലിയർ ആണോ? ഓക്കെ, രണ്ടും PSC പരീക്ഷകളിൽ ചോദിക്കാം. ഈ ഒരു സാന്താൾ ജനത, ഈ ഗോത്ര വിഭാഗത്തിന് എന്താണ് ഇങ്ങനെ ഇവർ കലാപത്തിലേക്ക് പോകാൻ കാരണമായത്? സാന്താളുകൾ കൃഷിയിറക്കിയ ഭൂമിക്കും വനവിഭവങ്ങൾക്കും മേൽ വൻതോതിലുള്ള നികുതി ബ്രിട്ടീഷുകാർ ചുമത്തി. അപ്പം ബേസിക്കലി നമുക്കറിയാം ഇതാണ് ഇതിന്റെ ഒരു കാരണം. ഇവരുടെ നികുതി പരിഷ്കാരങ്ങൾ അല്ലെ, ഇവരുടെ ജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങളൊക്കെ വരിക. അപ്പൊ ഇതാണ് സാന്താൾ കലാപത്തിന് കാരണം. സാന്താൾ കലാപത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ നിങ്ങൾ പഠിക്കാറുണ്ട്. 4 വ്യക്തികളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ആളുകള് സിദ്ധുവും കാനുവും, സഹോദരന്മാരായ സിദ്ധുവും കാനുവുമാണ് അല്ലെ. സാന്താളുകൾ അധിവസിച്ചിരുന്ന പ്രദേശം ചോദിക്കും, രാജ്മഹൽ കുന്നുകളാണ്. ജാർഖണ്ഡിലെ രാജ്മഹൽ കുന്നുകൾ ബംഗാളിലുണ്ട് കേട്ടോ. അപ്പൊ അത് പരന്നു കിടക്കുന്നുണ്ട്, രാജ്മഹൽ കുന്നുകൾ എന്ന് പഠിച്ചാൽ മതി. സാന്താളുകൾ താമസിച്ചിരുന്ന കേന്ദ്രങ്ങൾ അറിയപ്പെടുന്നത്
ദാമിൻ ഇ കോ എന്നാണ്. കുറച്ചുകൂടി ഉയർന്ന പരീക്ഷകൾക്ക് ചോദിക്കാം. സാന്താളുകൾ താമസിച്ചിരുന്ന കേന്ദ്രങ്ങൾ അറിയപ്പെടുന്നത് ദാമിൻ ഇ കോ എന്നാണ്. ഇവർ ഉപയോഗിച്ചിരുന്ന ആയുധം നോക്കണം. കൈക്കോട്ട് ഉപയോഗിച്ചിരുന്നത് പഹാരികളായിരുന്നുവെങ്കിൽ ഇവർ ഉപയോഗിച്ചിരുന്നത് കലപ്പയാണ്. അപ്പൊ സാന്താളുകൾ ഉപയോഗിച്ചിരുന്ന ആയുധം കുറച്ചുകൂടിയും എന്താ പറയുക മോഡേൺ എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ താഴ്ഭാഗത്തേക്ക് ഉൾവനത്തിൽ നിന്നും പുറംഭാഗത്ത് ജീവിച്ചിരുന്ന ജനതയായിരുന്നു സാന്താളുകൾ. അപ്പൊ സാന്താളുകൾ യഥാർത്ഥത്തില് ആ വനത്തിന്റെ ഉള്ളോട്ട് പോകും തോറും അവിടെ ഉണ്ടായിരുന്ന പഹാരികൾക്കാണ് ഇവരെ കൊണ്ട് പ്രയാസം. അങ്ങനെ സാന്താളുകളും പഹാരികളും തമ്മിൽ ഒരു സംഘർഷം ആ കാലഘട്ടത്തില് നമ്മുടെ ഇന്ത്യയിലെ പല വനപ്രദേശങ്ങളിലും നടന്നിരുന്നു. അപ്പൊ സാന്താളുകൾ കുടിയേറ്റത്തെ എതിർത്തിരുന്ന ഗോത്ര വിഭാഗം എന്ന് ചോദിച്ചാൽ നിങ്ങളെ മനസ്സിലുണ്ടാവണം പഹാരികളാണ്. ഇവർ രണ്ടും രാജ്മഹൽ കുന്നിലാണ്. രാജ്മഹൽ കുന്നിൽ ആദ്യകാലത്തെ ഉണ്ടായിരുന്ന പഹാരികൾ, ആ പഹാരികൾക്ക് പുറത്തായിട്ട് എന്ന് വെച്ചാൽ ഫോറസ്റ്റിന്റെ ഉൾവനത്തിന്റെ പുറത്തായിട്ട് താഴ്വാരങ്ങളിലൊക്കെ സ്ഥിതി ചെയ്ത് ആ ഒരു മേഖലയിലായിരുന്നു സാന്താളുകൾ. അപ്പൊ ഇവർ ഉള്ളോട്ട് പോയ സമയത്ത് പഹാരികളും സാന്താളുകളും തമ്മിൽ വിഷയം ഉണ്ടായി. മനസ്സിൽ കിടന്നോട്ടെ. സാന്താൾ കലാപത്തിൽ ബ്രിട്ടീഷുകാരെ സഹായിച്ച ബർദ്വാൻ രാജയാണ് മെഹ്താബ് ചന്ദ്. ഒരു നല്ല ചോദ്യമാണ്. കാരണം സാന്താൾ കലാപത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ഉൾപ്പെടുത്തിയത്. അപ്പൊ സാന്താൾ കലാപത്തിൽ ബ്രിട്ടീഷുകാരെ സഹായിച്ച ബർദ്വാൻ രാജയാണ് മെഹ്താബ് ചന്ദ്. ഇനി നമ്മുടെ SCRT പാഠഭാഗത്ത് പറയും നോക്കൂ. ബംഗാൾ, ജാർഖണ്ഡ്, ബീഹാർ സംസ്ഥാനങ്ങളിലായി പരന്നു കിടക്കുകയാണ് രാജ്മഹൽ കുന്ന് അല്ലെ. ഇവിടെ അധിവസിച്ചിരുന്ന ഗോത്ര ജനതയാണ് സാന്താൾമാർ. വനവിഭവങ്ങൾ ശേഖരിച്ചു. കരുത്തരും അധ്വാനശീലരും തനതായ സംസ്കാരമുള്ളവരുമായിരുന്നു ഇവർ. ബ്രിട്ടീഷ് ആധിപത്യം സ്ഥാപിക്കപ്പെട്ടതോടെ സാന്താൾ ജനതയുടെ ജീവിതത്തെ താളം നഷ്ടപ്പെടുത്തി അല്ലെ. സെമീന്ദാർമാരും കൊള്ളപ്പലിശക്കാരും അവരുടെ ഭൂമി കൈയടക്കി. റെയിൽവേ നിർമ്മാണത്തിന് വേണ്ടി സാന്താൾ ജനതയെ അടിമകളെ പോലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ ജോലി ചെയ്യിപ്പിച്ചു. ജീവിതം ഗതിമുട്ടിയ സാന്താൾ ജനത നേതാക്കന്മാരായ സിദ്ധുവിന്റെയും കാനുവിന്റെയും നേതൃത്വത്തിൽ ആയുധമെടുത്തു. രാജ്മഹൽ കുന്നുകൾ ബ്രിട്ടീഷ് ചൂഷകർക്കെതിരായ പോരാട്ട വേദിയായി മാറി. ഗോത്ര ജനതയുടെ പോരാട്ട വീരത്തിനു മുന്നിൽ ബ്രിട്ടീഷുകാർ പകച്ചു നിന്നു. ഓക്കെ, ക്ലിയർ ആക്കണേ. സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയ സിദ്ധുവിന്റെയും കാനുവിന്റെയും ഒരു സ്റ്റാമ്പാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. 2002 ഇത് പുറത്തിറക്കി കേട്ടോ. ദീർഘകാലം പിടിച്ചു നിൽക്കാൻ സാന്താൾ ജനതയ്ക്ക് സാധിച്ചില്ല. അവസാനം അവര് എന്താണ് ഈ പറയുന്ന ബ്രിട്ടീഷുകാർക്ക് മുമ്പിൽ അടിയറവ് വെക്കുകയാണ്. സാന്താൾ കലാപത്തെ കുറിച്ച് മറ്റൊരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകൾ സെയിം കാര്യം തന്നെ പറയുന്നു. അവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. ഈ കലാപത്തിൽ 15,000-ലധികം സാന്താൾ ജനതയാണ് ജീവൻ ബലിയർപ്പിച്ചത്. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചിലപ്പോൾ ചോദിക്കും. അപ്പൊ നിങ്ങൾ ഇത് എവിടുന്ന് കിട്ടിയെന്ന് ചിന്തിക്കേണ്ട. SCRT ഉള്ളതാണ്. ഓക്കെ, ബാക്കിയെല്ലാം നിങ്ങൾ വായിച്ചാൽ മതി, നിങ്ങൾക്ക് ക്ലിയർ ആവും. സിദ്ധുവിനെയും കാനുവിനെയും കുറിച്ച് പറയുന്നു, ഗോത്ര ജനതയെ കുറിച്ച് പറയുന്നു. ഇനി നോക്കൂ നിങ്ങൾ, സിദ്ധുവിന്റെയും കാനുവിന്റെയും കുറച്ച് ഡയലോഗുകളൊക്കെ ഇവിടെ SCRT കൊടുത്തിട്ടുണ്ട്, വായിച്ചോളുക. നീലം കലാപം, നീലം കർഷക കലാപമാണ്. 1855-56 കാലഘട്ടങ്ങളിൽ സാന്താൾ കലാപം നടന്നുവെങ്കിൽ 1859 നമ്മള് കാനിങ് പ്രഭുവിന്റെ കാലഘട്ടമൊക്കെ കൃത്യമായിട്ട് പഠിച്ചിരുന്നു. ഇൻഡിഗോ റെബിലിയൻ ആണ് അല്ലെ. നീലം കലാപം, നീലം ഇൻഡിഗോ കലാപം നോക്കൂ. അല്ലെങ്കിൽ നീൽ വിദ്രോഹ എന്നൊക്കെ അറിയപ്പെടുന്ന നീലം കർഷക കലാപം നടക്കുന്നു. കൂട്ടുകാരെ, ഈ ഒരു കർഷക കലാപത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തികളെ പേര് പഠിക്കണം. ദിഗംബർ ബിശ്വാസ്, വിഷ്ണു ചരൺ ബിശ്വാസ്. പഠിച്ചോളുക. രണ്ട് പേരുകൾ, ദിഗംബർ ബിശ്വാസും വിഷ്ണു ചരൺ ബിശ്വാസും. സിദ്ധുവും കാനുവുമാണ് സാന്താൾ കലാപമെങ്കിൽ ദിഗംബർ ബിശ്വാസും വിഷ്ണു ചരൺ ബിശ്വാസുമാണ് നീലം കലാപം. നീലം കലാപത്തിനെ പിന്തുണച്ച ഹരീഷ് ചന്ദ്ര മുഖോപാധ്യായയുടെ അദ്ദേഹം എഴുതിയ ഒരു പത്രമുണ്ട്. ആ പത്രമാണ് ഹിന്ദു പാട്രിയേറ്റ്. പഠിച്ചോളുക. ഈ പറയുന്ന നീലം കർഷക കലാപത്തെ പിന്തുണച്ച ഹരീഷ് ചന്ദ്ര മുഖോപാധ്യായ എഴുതിയ പത്രമാണ് ഹിന്ദു പാട്രിയേറ്റ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇതാണ്. നീലം കലാപം എവിടെയാണ് നടന്നതെന്ന് ചോദിക്കും. നമ്മൾ ചമ്പാരൻ സത്യാഗ്രഹം അതൊരു കർഷക കലാപമാണ്, അത് നീലം കലാപമാണെങ്കിലും നമ്മൾ ആ കലാപങ്ങളൊക്കെ വെച്ചിട്ട് കൂട്ടിക്കുഴയ്ക്കരുത്. അത് ബീഹാറിലാണ്. ഇതെവിടെയാണ് നീലം കലാപം? ബംഗാളിലാണ്. ചോദിക്കും. ബംഗാളിലെ നാദിയ ജില്ലയിലാണ് കേട്ടോ, ബംഗാളിലാണ്. കലാപത്തെ ആസ്പദമാക്കിയിട്ട് ആവിഷ്കരിച്ച ഒരു നാടകമുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്. നീലം കർഷക കലാപത്തെ ആസ്പദമാക്കി ആവിഷ്കരിച്ച നാടകമാണ് നീൽ ദർപ്പൺ. ആ പേര് തന്നെ ഉണ്ട്, നീൽ ദർപ്പൺ. ആരാണ് ഈ നാടകം എഴുതിയത്? ദീനബന്ധു മിത്രയാണ്. ദീനബന്ധു മിത്രയാണ്. ഇതാ 2 സ്റ്റാർ അല്ല 3 സ്റ്റാർ ഇട്ട് വെക്കാം. റിപ്പീറ്റ് ചോദ്യമാണ്, 1 മാർക്ക് കിട്ടും. PYQ ആണ്. നീൽ ദർപ്പൺ എന്ന് പറയുന്ന നാടകം എഴുതിയത് ദീനബന്ധു മിത്ര. നീലം കലാപത്തെ ആസ്പദമാക്കി എഴുതിയതാണ്. ക്ലിയർ ആണ്. ഈ ഒരു കലാപത്തെ ആസ്പദമാക്കി എഴുതിയ നാടകം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് മൈക്കിൾ മധുസൂദനൻ ദത്തയാണ്. ഡിഗ്രി നിലവാരത്തിൽ ചോദിക്കാം. മൈക്കിൾ മധുസൂദനൻ ദത്ത, മൈക്കിൾ മധുസൂദൻ ദത്ത. നോക്കൂ, നീലം കർഷകരുടെ ആ ഒരു ദാരുണമായ അവസ്ഥയെ കുറിച്ചൊക്കെ SCRT പറയുന്നുണ്ട്. അവിടെ അമ്പും വില്ലും വാളും കുന്തവുമായി അവർ നീലം ഫാക്ടറി ആക്രമിക്കുന്നു എന്നും നിരവധി സ്ത്രീകൾ പങ്കെടുത്തു എന്നും ബ്രിട്ടീഷുകാരെ പിന്തുണച്ചവരെല്ലാം ഇവർ ആക്രമിച്ചു എന്നും പിന്നീട് ഗ്രാമങ്ങളിലെ ഈ ഒരു ബ്രിട്ടീഷുകാർ കലാപം
കൊൽക്കത്തയിൽ നടക്കം ആളുകൾ വരുന്നു, നിരവധി വിദ്യാസമ്പന്നർ പങ്കെടുക്കുന്നു. ഈ ഒരു നീലം കർഷകരുടെ വിഷയം പല രൂപത്തിൽ ബ്രിട്ടീഷുകാർക്കിടയിൽ വരികയും ലാഭകരമല്ലാത്തതിനാൽ നീലം കൃഷി അവസാനിപ്പിക്കുമെന്ന് അവസാനം ബ്രിട്ടീഷുകാർ തീരുമാനിക്കുകയും ചെയ്തിരുന്നു കേട്ടോ. ഒരുപാട് നേതാക്കന്മാർ, നമ്മുടെ സുരേന്ദ്രനാഥ ബാനർജിയെ പോലുള്ള ആളുകളൊക്കെ സംഘടനകൾ ഈ ഒരു നീലം കർഷകരുടെ വിഷയം ഉന്നയിച്ചുകൊണ്ട് നിരവധി പോരാട്ടങ്ങൾ ബംഗാളിൽ നടത്തിയിരുന്നു. ഓക്കെ, അതൊക്കെ നടന്നോട്ടെ, നമ്മൾ പഠിക്കാനുണ്ട്. ഭാവിയിൽ നമ്മൾ നോക്കേണ്ടത് മറ്റു ചില കർഷക കലാപങ്ങളെ കുറിച്ച് കൂടി നോക്കാനുണ്ട്. അതിൽപ്പെട്ട 2 കർഷക കലാപങ്ങളാണ് പാബ്ന കർഷക കലാപം. ഇതും ബംഗാളിലാണ് നടക്കുന്നത്. കൂട്ടുകാർ ശ്രദ്ധിക്കണം, നീലം കലാപം ബംഗാളിൽ നടക്കുന്നു. ഇവിടെ നോക്കൂ, പാബ്ന ഈസ്റ്റ് ബംഗാളിലെ പാബ്ന എന്ന് പറയുന്ന സ്ഥലത്ത് 1873-76 കാലഘട്ടം വർഷം പഠിക്കേണ്ട. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെയും അതുപോലെ തന്നെ RC ദത്തിന്റെ ഒക്കെ നേതൃത്വത്തിൽ നോക്കൂ, ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെയും RC ദത്തിന്റെ നേതൃത്വത്തിലാണ് എന്ത് നടക്കുന്നത്? പാബ്ന കലാപം നടക്കുന്നത്. അപ്പൊ പാബ്ന കലാപവും ഇവിടെ നടക്കുന്നു ബംഗാളിൽ. നീലം കലാപം പഠിച്ചു, പാബ്ന കലാപം പഠിച്ചു. അടുത്ത നോക്കൂ, ഡെക്കാൻ കലാപമാണ്. ഡെക്കാൻ കലാപം, ആ പേര് തന്നെ കണ്ടറിയാം അല്ലെ, ഡെക്കാൻ കലാപം. ഈ ഒരു ഡെക്കാൻ കലാപത്തിന്റെ വർഷം കൃത്യമായിട്ട് ഒരു വർഷമായതുകൊണ്ട് ചിലപ്പം ചോദിക്കും 1875 ആണ്. 1875 ആണ്. സുപ്പ എന്ന് പറയുന്നതാണ് ഇതിന്റെ ഒരു കേന്ദ്രം. ഡെക്കാൻ കലാപം നടന്നത് സുപ്പ എന്ന് പറയുന്ന ഒരു കേന്ദ്രത്തിലാണ്. അവിടെ ഈ ഒരു കലാപത്തിന് നേതൃത്വം കൊടുത്ത് നമുക്കറിയാം, പശ്ചിമേന്ത്യയിലേക്ക് വരികയാണെങ്കിൽ നവോത്ഥാനത്തിന്റെ ഏറെ സംഭാവനകൾ നൽകിയ MG റാനഡെ, മഹാദേവ് ഗോവിന്ദ റാനഡെ അല്ലെ, ആ MG റാനഡെയാണ് ഇതിന് നേതൃത്വം കൊടുത്ത അല്ലെങ്കിൽ ഇതിന് പിന്തുണ പ്രഖ്യാപിച്ച ഒരു നേതാവ് എന്ന് പറയുന്നത്. അപ്പൊ കർഷക കലാപങ്ങൾ നടക്കുകയാണ് ബ്രിട്ടീഷുകാർക്കെതിരെ. ബംഗാളില് ഈ പറയുന്ന പാബ്ന കർഷക കലാപം നടക്കുന്നു. അവിടെ RC ദത്ത്, ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണെങ്കിൽ സാഹുക്കൾ എന്ന് പറയുന്ന ഈ കൊള്ളപ്പലിശക്കാരുടെ അല്ലെ കച്ചവടക്കാരുടെ എല്ലാം കേന്ദ്രമായിരുന്ന ഡെക്കാനിലെ സുപ്പ എന്ന് പറയുന്ന സ്ഥലത്ത് കൊള്ളപ്പലിശക്കാർക്കെതിരെ കർഷകരെ പൊറുതിമുട്ടിയിട്ട് കലാപം നടക്കുകയാണ്. ഡെക്കാൻ കലാപം 1875. അപ്പൊ പഠിച്ചോളുക, ഡെക്കാൻ കലാപം MG റാനഡെ കർഷകർ കൊള്ളപ്പലിശക്കാർക്കെതിരെ നടത്തിയ സമരമാണ്. ഓക്കെയാണ്, ക്ലിയർ ആണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് സാന്താൾ കലാപം പോലെ ഏറ്റവും പ്രധാനപ്പെട്ട കലാപമാണ് മുണ്ട കലാപം. വർഷം നിങ്ങൾ ഇതുപോലെ പഠിച്ചോളുക, 1899 മുതൽ 1900 വരെയാണ്. 85-56 സാന്താൾ കലാപമെങ്കിൽ 99-900. നോക്കൂ, 20-ാം നൂറ്റാണ്ട് തുടങ്ങാൻ പോവുകയാണ്, 1900 എത്തി നിൽക്കുകയാണ്. മുണ്ട കലാപമാണ്. ആദിവാസികളുടെ ഭൂമി പുറംനാട്ടുകാർക്ക് നൽകുക, അതുപോലെ മിഷണറി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന ആദിവാസികളുടെ ഭൂമി നൽകുക, അതുപോലെ ഇവരുടെ എല്ലാം ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് കടക്കണിയിലായ ബീഹാറിലെ ഒരു ഗോത്ര ജനവിഭാഗമായിരുന്നു മുണ്ട വിഭാഗം. ഓക്കെ, അപ്പൊ ബീഹാറിലെ ഈ ബ്രിട്ടീഷുകാരുടെ ചൂഷണം കൊണ്ട് മുണ്ട ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ നിന്നും എന്ത് ചെയ്യാണ്? കലാപം നടക്കുകയാണ്. മുണ്ട വിഭാഗം ഭൂമിയുടെ മേൽ കൂട്ടവകാശം ഉണ്ടായിരുന്ന ഒരു ഗോത്ര വിഭാഗമായിരുന്നു. അവർക്ക് തങ്ങളുടെ ഭൂമി നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ആ ഒരു വേളയിലാണ് ഇവർ കലാപത്തിലേക്ക് ഇറങ്ങുന്നത്. മുണ്ട കലാപത്തിന്റെ നേതാവ് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് ബിർസാ മുണ്ടയാണ് അല്ലെ. ബിർസാ മുണ്ടയുടെ ഡയലോഗ് നോക്കൂ. ഇവിടെ അദ്ദേഹം പറഞ്ഞ വാക്കുകള്: നിങ്ങൾ എനിക്കൊപ്പം വരൂ, ഞാൻ ബ്രിട്ടീഷുകാരുടെ വെടിയുണ്ടകളെ വെള്ളമാക്കി മാറ്റാം. കടം നിങ്ങൾ വീട്ടരുത്, നികുതി നിങ്ങൾ അടയ്ക്കരുത്. ബിർസാ മുണ്ടയുടെ വാക്കുകളാണ്. നിങ്ങൾ എനിക്കൊപ്പം വരൂ, ഞാൻ ബ്രിട്ടീഷുകാരുടെ വെടിയുണ്ടകളെ വെള്ളമാക്കി മാറ്റാം എന്ന് പറഞ്ഞത് ബിർസാ മുണ്ടയാണ്. ബിർസാ മുണ്ടയാണ്. നോക്കൂ കൂട്ടുകാരെ, ബിർസാ മുണ്ടയുടെ ഫോട്ടോ ഒക്കെ കണ്ടില്ലേ നിങ്ങൾ? ബ്രിട്ടീഷുകാർക്കെതിരെ മുണ്ട ആദിവാസി വിഭാഗത്തിന്റെ നേതാവ് അല്ലെ, അല്ലെങ്കിൽ മുണ്ട കലാപം നമ്മൾ ഉൽഗുലാൻ എന്ന് വിളിക്കാം. ബ്രിട്ടീഷുകാരുടെ ഈ ആദിവാസി ഗോത്ര വിഭാഗത്തിന്റെ സ്വാതന്ത്ര്യ സമരം എന്ന രൂപത്തില് ഉൽഗുലാൻ എന്ന വാക്കിട്ട് വിളിക്കാറുണ്ട്. അപ്പൊ ഉൽഗുലാൻ സമരത്തിന് നേതൃത്വം കൊടുത്ത ആരാണ്? ഉൽഗുലാൻ സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? മുണ്ട, ബിർസാ മുണ്ട. പഠിച്ചോളുക. ഇദ്ദേഹം ജനിച്ചത് 1875 നവംബർ 15-നാണ്. ഈ നവംബർ 15 നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കണം. നേരത്തെ നമ്മള് ഗാസി മേഖലയില് തിരോട്ട് സിംഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് മേഘാലയയിലെ ഒരു ദിവസം പഠിച്ചിരുന്നു അല്ലെ, അവിടെ അവധി എന്ന്. ഇത് അതുപോലെയല്ല, ഇത് ജാർഖണ്ഡ് എന്ന് പറയുന്ന സംസ്ഥാനം. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആദിവാസി വിഭാഗം ഈ മുണ്ട വിഭാഗം. അവരുടെ നേതാവായിരുന്ന നമ്മുടെ ദൈവത്തിന്റെ അവതാരമെന്നും അതുപോലെ ലോകത്തിന്റെ പിതാവെന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഒരു നേതാവ്, ഗോത്ര നേതാവാണ് ബിർസാ മുണ്ട. അദ്ദേഹത്തിന്റെ ജന്മദിനത്തില് ജാർഖണ്ഡ് എന്ന് പറയുന്ന സംസ്ഥാനം തന്നെ പിറവി കൊണ്ടു. 2000 നവംബർ 15-നാണ് ജാർഖണ്ഡ് സംസ്ഥാനം രൂപീകരിച്ചത്. നിങ്ങൾക്കറിയാം, ജാർഖണ്ഡും ഛത്തീസ്ഗഡും ഉത്തരാഖണ്ഡും ഒക്കെ വന്നത് 2000-ലാണ്. അപ്പൊ 2000 നവംബർ 15-നാണ് എന്ത് വന്നത്? ജാർഖണ്ഡ് വന്നത്. ഛത്തീസ്ഗഡ് രൂപീകരിച്ച ഡേറ്റ് ഓർമ്മയുള്ളവരൊന്ന് കമന്റ് ചെയ്തേ. ഛത്തീസ്ഗഡ് നവംബർ 15-നാണ് ജാർഖണ്ഡ് എങ്കിൽ ഛത്തീസ്ഗഡ് എന്നാണ്. ഇവിടെ നോക്കൂ, ദൈവത്തിന്റെ അവതാരം എന്നും ലോകത്തിന്റെ പിതാവ് എന്നും വിശേഷിപ്പിക്കുന്ന ഇദ്ദേഹത്തെയാണ്. ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്ന ചില പോയിന്റുകൾ കൂട്ടുകാർ ശ്രദ്ധിക്കണം. ഇന്ത്യൻ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ ഛായാചിത്രം തൂക്കപ്പെട്ട ആദ്യത്തെ ആദിവാസി നേതാവ്, ഒരേ ഒരു നേതാവ് ഇദ്ദേഹം തന്നെയാണ്.
അപ്പൊ ആദ്യത്തെ ആദിവാസി നേതാവ് ആരാണ്? ഇന്ത്യയുടെ പാർലമെന്റിലെ സെൻട്രൽ ഹാളിലുള്ളത് ബിർസ മുണ്ടയാണ്. മഹാശ്വേത ദേവി, നമ്മുടെ ജ്ഞാനപീഠം പുരസ്കാര ജേതാവായ മഹാശ്വേത ദേവി, അവരുടെ വളരെ പ്രസിദ്ധമായ ഒരു നോവൽ ഉണ്ട്. ആ മഹാശ്വേത ദേവിയുടെ അരണ്യ അധികാർ എന്ന് പറയുന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രമാണ് നമ്മുടെ ബിർസ മുണ്ട. പഠിച്ചോളാം, ആ ഒരു നോവലിന്റെ ഫോട്ടോ ആണ് കൊടുത്തത് കേട്ടോ. അരണ്യ അധികാർ എന്ന് പറയുന്ന നോവലാണ് മഹാശ്വേത ദേവിയുടെ. അതിന്റെ കേന്ദ്ര ക്യാരക്ടറാണ് ബിർസ മുണ്ട. ഇദ്ദേഹത്തിന്റെ പേരുള്ള വിമാനത്താവളം റാഞ്ചിയിലാണ്. ജാർഖണ്ഡ് എന്ന് കേട്ടാൽ തന്നെ റാഞ്ചി വിമാനത്താവളം ഉണ്ട്. അതുപോലെ അദ്ദേഹത്തിന്റെ പേരുള്ള ജയിലും റാഞ്ചിയിലുണ്ട് കേട്ടോ. മറ്റൊട്ടനവധി സ്ഥാപനങ്ങളുണ്ട്. തൽക്കാലം നിങ്ങൾ ഇത് പഠിച്ചു വെക്കുക. ബസ്തർ കലാപം ഒരു ഗോത്ര കലാപമാണ്. ഇത് ഛത്തീസ്ഗഡിലാണ് നടക്കുന്നത്. നമ്മൾ ഇതുവരെ പഠിച്ച ഓരോരോ സ്ഥലങ്ങൾ ശ്രദ്ധിക്കണം. ഛത്തീസ്ഗഡ് ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പൊ ഛത്തീസ്ഗഡിലെ ഒരു ഗോത്ര വിഭാഗമാണ് മറയർ. അപ്പൊ മറയർ ഗോത്ര വിഭാഗത്തിനിടയിൽ നടന്ന ഒരു കലാപം 1910 നടക്കുന്നത്. 1910 കൂട്ടുകാരെ നോക്കൂ, വർഷം ഒരുപാട് വർഷം കഴിഞ്ഞു. മുണ്ടാ കലാപമൊക്കെ നടന്നതിന് 10 വർഷത്തിനിപ്പുറം ഛത്തീസ്ഗഡില് ഒരു വിജയമാണിത്. അതാണ് ഈ ഒരു കലാപത്തിന്റെ പ്രത്യേകത. ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ വിജയിച്ച ഒരു ഗോത്ര കലാപമാണ് ബസ്തർ കലാപം. അപ്പൊ ബസ്തർ കലാപത്തെ കുറിച്ച് നിങ്ങൾ നോട്ട് ചെയ്യുക. ഗുണ്ടയാണ്. ബസ്സിൽ നമുക്ക് ബോംബ് വെച്ച കഥ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ബസ്തർ ഗുണ്ട, ഗുണ്ടാദുർ, അദ്ദേഹത്തിന്റെ പേര് ഗുണ്ടാദുർ എന്നാണ്. ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ബ്രിട്ടീഷുകാർ അവസാനം മുട്ടുമുടക്കി ഇവരുടെ എന്താ പറയുക അവകാശ പോരാട്ടത്തിന് മുമ്പിൽ കീഴടങ്ങേണ്ടി വരികയാണ് ബസ്തർ വിഭാഗം. ഛത്തീസ്ഗഡിലാണ്. ഓക്കെ, ഛത്തീസ്ഗഡിലെ ഗോത്ര വിഭാഗം, മറയർ ഗോത്ര വിഭാഗം, അവിടെ 1910 ബസ്തർ കലാപം നടക്കുന്നു. ഓക്കെ, നേതൃത്വം കൊടുത്തത് ഗുണ്ടാദുർ സെറ്റാണ്. ഇനി നോക്കൂ, അവസാനമായിട്ടൊരു കർഷക കലാപമാണ് നമുക്ക് പറയാനുള്ളത്. തേബാഗ കലാപം. തേബാഗ ആ വാക്ക് തന്നെയുണ്ട് അല്ലെ. ഈ 2/3 ഭാഗം കർഷകര് കൃഷി ചെയ്യുന്ന വിള എന്ത് നൽകണം? ആർക്ക്? ജന്മിമാർക്ക്, ജമീന്ദാർമാർക്ക് നൽകണം. ഇതായിരുന്നു ബംഗാൾ ഒരു സ്ഥിതി. അപ്പൊ അത് നൽകാൻ പറ്റില്ല. 1/3 ഭാഗം തേബാഗ. നോക്കൂ, അതിന്റെ അർത്ഥം തന്നെ അതാണ്. 1/1 നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് കർഷക കലാപം നടക്കുകയാണ് സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലഘട്ടത്തിൽ 1946. നമുക്കറിയാം, പുന്നപ്ര വയലാർ സമരം നടന്നതും തെലങ്കാന സമരം നടന്നതും എല്ലാം ഇതേ കാലഘട്ടത്തിലാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കർഷക കലാപങ്ങൾ നടക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർഷക കലാപമാണ് തേബാഗ കലാപം. 1946 നടക്കുന്നത്. 47 വരെ നീണ്ടു നിന്നു കേട്ടോ. അപ്പൊ പഠിച്ചോളുക. കേരളത്തിൽ പുന്നപ്ര വയലാർ സമരം, ഇന്ത്യയിലെ ഏറ്റവും വലിയ കർഷക കലാപമായ തെലങ്കാന സമരം നടക്കുന്നു, തെലങ്കാന കർഷക സമരം. അതുപോലെ തേബാഗ സമരം ബംഗാളിൽ നടക്കുന്നു. ബംഗാൾ, ഇതാണ് ചോദിച്ച PSC അടുത്ത്. എവിടെയാണ് തേബാഗ കർഷക സമരം നടന്നത്? ബംഗാളിലാണ്. ആരായിരുന്നു നേതാവ്? ഭവാനി സെന്നാണ്. ബസ്തർ എന്ന് പറയുമ്പോൾ ഛത്തീസ്ഗഡിൽ ഗുണ്ടാദുർ. ഓക്കെ, ബസ്തർ. ഇത് തേബാഗ, ഭവാനി സെൻ. പഠിച്ചോളുക. കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിലാണ് ഈ ഒരു കർഷക സമരം കേട്ടോ. കിസാൻ സമിതി, കിസാന്റെ കർഷകരുടെ ഒരു സമിതി ഉണ്ട്. അത് കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിലുള്ളതാണ്. ആ ഒരു സംഘടനയുടെ കീഴിലാണ് നമ്മളെ എന്ത് സമരം നടക്കുന്നത്? തേബാഗ സമരം നടക്കുന്നത് കേട്ടോ. കർഷക സമരമാണെന്ന് പഠിച്ചു വെക്കുക. കൂട്ടുകാരെ, നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട സമരങ്ങളാണ്. ഇനി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര വേളയിൽ മറ്റൊട്ടനവധി സമരങ്ങൾ, കർഷക കലാപങ്ങൾ നടന്നിരുന്നു. ചമ്പാരൻ സമരമൊക്കെ നേരത്തെ പറഞ്ഞില്ലേ? അതൊക്കെ നമുക്ക് ഒരു അരമണിക്കൂർ തന്നെ പഠിപ്പിക്കാനുള്ള ടോപ്പിക് ആയതുകൊണ്ടും മഹാത്മാഗാന്ധിയുടെ കാലഘട്ടത്തിൽ ബർദോളി സത്യാഗ്രഹം അടക്കം ഒരുപാട് കലാപങ്ങളുണ്ട്. അത് നമ്മൾ പിന്നീട് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ പഠിക്കും. ഇതിനൊന്നും പെടാതെ നമ്മൾ പഠിക്കേണ്ട ഗോത്ര കർഷക കലാപങ്ങളായതുകൊണ്ടാണ് നമ്മൾ ഇത് പഠിച്ചത്. കൃത്യമായിട്ട് പഠിച്ചോളുക. ഇനി 2-3 പോയിന്റ് കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് ഇതൊക്കെയാണ്. ഈ കലാപങ്ങളിൽ നമ്മൾ പറയാത്ത 2 കലാപങ്ങൾ ഉണ്ടോ എന്ന് നോക്കണേ. മറാത്തയിലെ ബീലുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലോ. മറാത്തയിലെ ബീലുകൾ. അഹമ്മദ് നഗറിലെ കോലികൾ നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മൾ കോളുകളെ കുറിച്ചാണ് പറഞ്ഞത്. ചോട്ടാ നാഗ്പൂരിലെ. രാജ്മഹൽ കുന്നിലെ സാന്താൾമാർ, വയനാട്ടിലെ കുറിച്ചർമാർ നമ്മൾ കേരള ഫാക്ടിൽ പഠിക്കും. അപ്പൊ അഹമ്മദ് നഗറിലെ കോലികള് നിങ്ങൾ പഠിക്കണം. അതുപോലെ വയനാട്ടിലെ കുറിച്ചർമാരെ കുറിച്ച് PSC പരീക്ഷയിൽ ഏത് പരീക്ഷ എടുത്താലും ഒരു ചോദ്യം ഉണ്ടാവും. അത്രത്തിൽ ഇമ്പോർട്ടന്റ് ആണ് കുറിച്ചർ കലാപം, പഴശ്ശി കലാപം ഒക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ അഹമ്മദ് നഗറിലെ കോലികളെ കുറിച്ച് പഠിക്കണം. അഹമ്മദ് നഗറിലാണ് കോലികൾ. രണ്ടും 2 വിഭാഗമാണ്. അപ്പൊ കോലികളുടെ നേതൃത്വം നടന്ന ഗോത്ര കലാപം. കോലികൾ അഹമ്മദ് നഗർ. കോളുകൾ ചോട്ടാ നാഗ്പൂർ. നമുക്കത് കോഡിൽ പറയാം. ഇനി നോക്കൂ, ഈ കാര്യങ്ങളുടെ കൂട്ടത്തിൽ കർഷകരെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം നമ്മുടെ പാഠഭാഗത്ത് കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുണ്ട്. അത് ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാരെ കുറിച്ചാണ്. അപ്പൊ നിങ്ങൾ ഈ കഥയൊന്നും പഠിക്കണ്ട. ബംഗാളിലെ കർഷകര്, പട്ടുനൂൽ കൃഷിക്കാരിലെ അവരുടെ ദയനീയ അവസ്ഥ കൊണ്ട് അവരുടെ ഉപജീവന മാർഗമായിരുന്ന അവരുടെ വിരല്, ആ പെരുവിരൽ എന്താണ് ഇവര് മുറിച്ചു മാറ്റുന്ന ഒരു സ്ഥിതിയിലേക്ക് വരുന്ന ഒരു ദാരുണമായ പിക്ചറാണ് ഇവിടെ കൊടുത്തത്. അപ്പോ നഗോഡകളുടെ പെരുവിരൽ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്താണ് ഞാൻ ഇത് കൊടുക്കാൻ കാരണം? നെയ്ത്തുകാർ, പട്ടുനൂൽ കൃഷിക്കാർ, ബംഗാളിലെ കർഷകർ, ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനിരയായ ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാരുടെ പേരാണ് നഗോഡകൾ എന്ന് നിങ്ങൾ പഠിച്ചു വെക്കണം. എന്താണ് നഗോഡകൾ? അതും ഒന്ന്
നോട്ട് ചെയ്ത് വെക്കുക. ഇതെല്ലാം നിങ്ങൾക്ക് PDF ടെലഗ്രാം ചാനലിൽ കൊടുക്കും, അവിടുന്ന് വായിച്ചു കൊടുക്കുക. 4 ചോദ്യങ്ങൾ ഇതാണ്. ഒന്നാമത്തെ ചോദ്യം, ബ്രിട്ടീഷുകാർക്കെതിരെ പഞ്ചാബിലെ കർഷകർ നടത്തിയ പ്രക്ഷോഭം ഏതാണ്? ഓർമ്മ കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, ബ്രിട്ടീഷുകാരുടെ നികുതി നയത്തിനെതിരായി ചോട്ടാ നാഗ്പൂരിൽ കലാപമുണ്ടാക്കിയ ഗോത്രവർഗം ഏതാണ്? ചോട്ടാ നാഗ്പൂർ. ഓപ്ഷൻ നോക്കി, ഓർമ്മ കിട്ടുന്നുണ്ട് നോക്കിയേ. മൂന്നാമത്തത്, ഇൻഡിഗോ കലാപത്തിലെ പ്രധാന നേതാവ് ആരാണ്? നീലം കലാപത്തിലെ നേതാവ്, നീലം കർഷക കലാപത്തിലെ നേതാവ് ആരാണ്? നാലാമത്തെ ചോദ്യം, ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിൽ പ്രമേയമായ ഇന്ത്യയിലെ ആദ്യകാല പ്രക്ഷോഭം ഏതാണ്? ഇന്ത്യയിലെ ആദ്യകാല പ്രക്ഷോഭം ഏതാണ്? 4 എണ്ണത്തിന് ഉത്തരം കമന്റ് ചെയ്യുക. ഓക്കെ, നോക്കൂ, നമ്മൾ ഇത്രയും നേരം പഠിച്ച കാര്യങ്ങൾ ഇതൊന്ന് റിവിഷൻ ചെയ്തിട്ട് നിങ്ങൾ മുഴുവൻ എഴുതിയെടുത്തതിന് ശേഷം ഇതുപോലെ എഴുതണം. കാരണം ഇവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള വർഷം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പഹാരിയ കലാപം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക, 1778 ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട വർഷം ഞാൻ ശരിയിരുന്ന് പഠിച്ചാൽ മതി. പൈക്ക കലാപം 1817 ആണ്, പഠിക്കണം. നോക്കൂ, 1855 സാന്താൾ കലാപം, പഠിക്കണം. നീലം കർഷക കലാപം 1859 പഠിക്കണം. ഡെക്കാൻ കലാപം 1875 പഠിച്ചോളുക. മുണ്ട കലാപം 1899 900 പഠിക്കണം. ബസ്തർ കലാപം 1910 പഠിക്കണം. തേബാഗ സമരം അല്ലെങ്കിൽ കലാപം 1946 അപ്പൊ ഇവിടെ 6ഉം 1ഉം 8 എണ്ണമാണ് വർഷം നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത്. ബാക്കി പഠിക്കേണ്ട എന്നല്ല, മസ്റ്റ് ആയിട്ട് പഠിക്കണം. ഏതൊരു പരീക്ഷയ്ക്കും, LGS LDC ഏതൊരു പരീക്ഷയ്ക്കും. അതുപോലെ തന്നെ റെഡ് കളറിൽ കൊടുത്തതെല്ലാം ഗോത്ര കലാപങ്ങളാണ്. അവിടെ നേതാക്കന്മാരായിരുന്നു എന്ന് പഠിച്ചു വെക്കണം. ബീൽ എന്ന് പറഞ്ഞാൽ ഉമാജി രാജയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗോത്ര വിഭാഗമാണ് ബീൽ. ഖാസി എന്ന് പറയുമ്പോൾ തിരോട്ട്, അല്ലെ? ഖാസി കുന്നുകൾ മേഘാലയയിൽ തിരോട്ടാണ്. കോൾ എന്ന് പറയുമ്പോൾ ബുദ്ധു ഭഗത്ത് ചോട്ടാ നാഗ്പൂരിലാണ്. ഗോണ്ടുകൾ ചക്രം, അല്ലെ? ഗുണ്ട് വെച്ചു ചക്രം, ബസ് കിട്ടും. സാന്താൾ എന്ന് കേൾക്കാൽ സിദ്ധുവിനെയും കാനുവിനെയും അറിയാം. മുണ്ടാ കലാപം എന്ന് കേട്ടാൽ ബിർസ മുണ്ടയെ ഓർമ്മ വരും. ബസ്തർ കലാപം, അല്ലെ? ബസ്സിനകത്ത് ഗുണ്ടു ഗുണ്ടു, അല്ലെ? അപ്പൊ ഗുണ്ട പഠിച്ചു വെക്കുക. അങ്ങനെ നമ്മൾ പഠിച്ചു വെച്ചു. അപ്പൊ അവിടെ ഗോണ്ടും ഗുണ്ടയൊന്നും മാറാതെ ഒരു ചെറിയ ഒരു ഷോർട്ട് ആയിട്ടുള്ള ഒരു കോഡ് ഉണ്ട്. ആ കോഡ് വേണമെന്നുള്ളവർ ഈ ക്ലാസ് അവസാനം വരെ കണ്ടവരാണെങ്കിൽ കമന്റ് ചെയ്യുക. നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഈ ഒരു ഇന്ത്യൻ ഹിസ്റ്ററിയുടെ തുടർച്ചയിൽ ഞാൻ ആ കോഡ് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കും. അപ്പൊ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട. ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ് കാണാം. അതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ. ഗുഡ് ബൈ, താങ്ക് യു.